പക്ഷെ പൊതുവെ ഇസ്ലാമിൻ്റെ രീതികളെ വിശകലനം ചെയ്യുമ്പോൾ പല റേപ്പ് വിക്ടിംസിന് നീതി കിട്ടുന്നില്ല. പിന്നെ ഇനീക്വാലിറ്റിയെ പറ്റി പറയുമ്പോൾ സ്ത്രീയുടെ വാക്കിന് പുരുഷൻ്റെ വാക്കിൻ്റെ അത്ര വിലയില്ല കോടതിയിൽ, ഇസ്ലാമിക കോടതിയിൽ എന്നുള്ള ആരോപണങ്ങളുണ്ട്. അതിൽ എനിക്ക് ആദ്യത്തേത് ഒരു താത്വികമായൊരു വിഷയമായിട്ടാണ് തോന്നിയത്. അതായത് ഇസ്ലാമിക് ശരിയ നടക്കുന്ന നാടുകളിൽ അങ്ങനെ ഇഷ്യൂകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. നമ്മളെ താത്വികമായി പറയുമ്പോൾ അല്ല, അതിൻ്റെ ഒരു തലം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു റേപ്പ് ബലാത്സംഗം ഉണ്ടായാൽ, ബലാത്സംഗം എന്ന് മാത്രമല്ല ഇസ്ലാമിൽ ആ ഒരു തലം ഒന്നുകൂടി വിശാലമാണ്. വ്യഭിചാരം എന്ന് പൊതുവായി നമുക്ക് പറയാം. അത് വ്യഭിചാരത്തിൻ്റെ വ്യത്യസ്തമായ മനോഭാവങ്ങൾ അനുസരിച്ച് കൊണ്ടാണല്ലോ മലയാളത്തിലെ നമ്മുടെ അർത്ഥങ്ങൾ മാറി മാറി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഏത് വിഷയമായാലും, അത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാര്യമായാലും, ഇനി ഇങ്ങനെ സമ്മതമില്ലാതെയുള്ള പീഡനങ്ങളായാലും, എങ്ങനെയായാലും അതിന് സാക്ഷികൾ വേണമെന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം, ഒന്ന് മറിച്ചുമുള്ള മിസ്യൂസിങ് ഉണ്ടാവാതിരിക്കുക, മറ്റൊന്ന് ആത്യന്തികമായ നീതി ഇസ്ലാമിൽ ഇവിടെയുള്ള കോടതികൾ ആയിരിക്കില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തലമുണ്ട്. ഈ പീഡനമേൽക്കേണ്ടി വന്ന കുട്ടിയുടെ അല്ലെങ്കിൽ പീഡിപ്പിച്ച വ്യക്തിയുടെ പൂർണ്ണമായ അതിൻ്റെ ന്യായവശങ്ങൾ ഒരിക്കലും മനുഷ്യർക്ക് തെളിയിക്കാനോ കണ്ടെത്താനോ കഴിയില്ല. അതിനപ്പുറമുള്ള തലം ദൈവികമായ കോടതിയിൽ നിന്നായിരിക്കും, പരലോകത്തിൽ നിന്നായിരിക്കും രക്ഷയും ശിക്ഷയും എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികത. രണ്ടാമത്തേത്, ഇത്ര സാക്ഷികൾ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഈ പുതിയ ചർച്ചയിൽ തന്നെ നമുക്ക് വ്യക്തികളെ ഒഴിവാക്കാം. കേരളത്തിൽ പുരുഷാവകാശ കമ്മീഷൻ കൊണ്ടുവരണം എന്ന് പറയുന്ന ചർച്ചയൊക്കെ സജീവമായി വരുന്നൊരു കാലമാണ്. കഴിഞ്ഞ 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ആ ചർച്ച വളരെ സജീവമായി വന്നു. ലോകാടിസ്ഥാനത്തിൽ ഏത് പെണ്ണിനും ഇപ്പോൾ ഉണ്ടല്ലോ ഹാഷ് മീ ടു ടാഗ്. ആദ്യം കൂടെ നിന്ന് കാര്യം നേടിയിട്ട് ഇനി ഊറ്റാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് പുരുഷന്മാരെ പ്രതികളാക്കുന്ന സിസ്റ്റം, ഒരിക്കലും സ്ത്രീകളെ താഴ്ത്തിയതല്ല, ആ ഒരു സിസ്റ്റം ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം സമൂഹം ഇന്നാണ് ഗൗരവത്തിൽ ചിന്തിക്കുന്നത്. അതിനും ഒരു തലം ഉണ്ടാവരുത്. ഒരു സ്പർശനത്തിൻ്റെ പേരിലോ ഒരു വാക്കുപയോഗിച്ചതിൻ്റെ പേരിലോ ഇത് ബലാത്സംഗമാണ് അല്ലെങ്കിൽ വേശ്യാവൃത്തിയാണ്, വ്യഭിചാരമാണ് എന്ന് പറയുന്ന തരത്തിൽ സ്ഥാപിക്കപ്പെട്ടുകൂടാ. നമ്മളിന്ന് ഒരു ന്യൂസ് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു സ്വഭാവം, പീഡനം എന്നൊരു വാക്ക് മാത്രം എടുത്തു നോക്കൂ. ഒരിക്കലും റേപ്പിനെ ഞാൻ ചെറുതാക്കുകയല്ല. ഒരുപക്ഷെ ഇതിനെ അങ്ങനെ വായിക്കുന്നവരോ കേൾക്കുന്നവരോ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ തിരുത്തുകയാണ്. റേപ്പിനെ ചെറുതാക്കുകയല്ല. അതേസമയം നമ്മളതിൻ്റെ ഒരു റിപ്പോർട്ടിങ് അതിനെ വളരെ അതിൻ്റെ ഒരു സെൻസ് പുറത്ത് വരുന്നത് പീഡനം എന്ന വാക്കിൻ്റെ അർത്ഥം ലൈംഗികമായ ഒരു അർത്ഥത്തിലേക്കാണ് പോകുന്നത്. അതേസമയം ഇസ്ലാമിൽ അതിന് ഓരോന്നിനും ഓരോരോ ശിക്ഷയാണ്. സമ്മതമില്ലാതെ ടച്ച് ചെയ്താൽ വകുപ്പ് വേറെയാണ്, അശ്ലീല വാക്കുപയോഗിച്ചാൽ വേറെയാണ്, അതിൽ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് ആണെങ്കിൽ അതിന് വേറെയാണ്. കഠിനമായ വകുപ്പാണ് ബലാത്സംഗത്തിനുള്ളത്. ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല. തെളിയിക്കപ്പെട്ടാൽ ജീവൻ പോകുന്ന വിഷയമാണ്. അല്ലാതെ ഇത് 2 കൊല്ലം തടവും ഫൈൻ്റെയും വിഷയമല്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ നമ്മൾ പീനൽ കോഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ. നമ്മുടെ ഈ നാട്ടിലൊക്കെ നടക്കുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം വിഷയങ്ങളിൽ പ്രതികൾ വിലസുന്നു. നമ്മളതുകൂടി ചെക്ക് ചെയ്യണം. ഈ 100 കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ഉപയോഗിച്ച് രസിച്ച് സുഖിച്ച് ജീവിക്കുന്ന ഒരുപാട് സാമൂഹികമായ ഇൻഫ്ലുവൻസസ് നമ്മുടെ നാട്ടിലുണ്ട്. പോളിസി മേക്കേഴ്സ് ഉണ്ട്, രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അവരൊക്കെ ഇന്ന് എന്താണ് നിയമമാവേണ്ടത് എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഈ സിസ്റ്റം നടക്കുന്നൊരു ലോകത്ത് വെച്ചാണ് നമ്മൾ ഇസ്ലാമിലെ വിക്ടിംസിന്, റേപ്പിസ്റ്റിന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ പറ്റിയേക്കുന്നു, വിക്ടിംസ് അവർക്ക് അർഹതപ്പെട്ട നീതി കിട്ടുന്നില്ല എന്നുള്ള സൂക്ഷ്മമായൊരു തലം ചർച്ച ചെയ്യുന്നത്. ആ സൂക്ഷ്മമായൊരു സ്പേസ് അവിടെ ഉള്ളത് പുരുഷന്മാർക്കെതിരെ ആ നിയമം മിസ്യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഒന്ന്. അതിനപ്പുറത്തേക്ക് മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരു ജീവനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് സാക്ഷികൾ ഇത്രയും വേണമെന്ന് പറയുന്നത്. സാക്ഷികൾ വേണമെന്ന് മാത്രമല്ല, അവർ എങ്ങനെ കണ്ടിരിക്കണം എന്നുകൂടി ഇസ്ലാം പറയുന്നുണ്ട്. കേവലം ഒരു മുറിയിലേക്ക് പോകുന്നത് കണ്ടാലൊന്നും സാക്ഷ്യത്തിൽ കൂട്ടുകയില്ല. ആ കൃത്യം തന്നെ ദൃക്സാക്ഷ്യം വഹിക്കണമെന്നുള്ളതാണ്. അപ്പോൾ
ഒരു നേരിയ ചാൻസ് ഉണ്ട്. അത് തെളിയിക്കപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വിക്ടിമിന് മാനസികമായി പ്രശ്നം ഉണ്ടാവുമല്ലോ. പക്ഷെ അവിടെ മറ്റൊരു തലം പറയുന്നു, അത് ഒരു പരീക്ഷണം എന്ന പോലെ ഏറ്റെടുക്കുകയും അതിന് മാക്സിമം മരണാനന്തരം ഇത് പ്രതിഫലമാവുകയും ആത്യന്തിക നീതി കിട്ടുകയും ചെയ്യും എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം, ഒരു പെണ്ണ് എനിക്ക് നീതി കിട്ടിയില്ല ഇസ്ലാമിക സിസ്റ്റത്തിൽ, എൻ്റെ വിക്ടിം ഇപ്പോഴും സമൂഹത്തിൽ ശിക്ഷ കിട്ടാതെ ജീവിക്കുന്നു, ഞാൻ ഇര ഇപ്പോഴും നീതി കിട്ടാതെ നരകിക്കുന്നു എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഇസ്ലാമിക സിസ്റ്റത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടില്ല തീർച്ചയായിട്ടും. അതേസമയം ആധുനിക ഇസ്ലാമിക് സ്റ്റേറ്റുകളിലെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത് പരിശോധിക്കേണ്ടതാണ്. സാഫിയ ഹുസൈനി, നൈജീരിയ, 2002. നൈജീരിയ അല്ല പാകിസ്ഥാൻ അല്ല, ആ ചാർട്ട് അല്ല, നിങ്ങളത് വായിക്കണ്ട, ചാർട്ട് നിങ്ങൾ വായിക്കണ്ട. അതേസമയം ഈ രാജ്യങ്ങളെ മുഴുവനും ഒരു ഇസ്ലാമിക സിസ്റ്റമായിട്ട് സാർ അംഗീകരിക്കുന്നുണ്ടോ? ഇസ്ലാമിക സിസ്റ്റമായിട്ട് ഇപ്പോൾ നമുക്ക് സൗദി അറേബ്യനെ പോലും അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറയുന്നത്. ഒരു ഇസ്ലാമിൻ്റെ ഒരു ഐഡിയൽ ഫ്രെയിമിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് മറുപടി പറയാൻ ബാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ നൈജീരിയ, സുഡാൻ, നൈജീരിയ. ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. ഇന്നലെയോ മെനയാന്നോന്ന് എനിക്കറിയില്ല, ന്യൂസിൽ വായിച്ചത്, ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ചുകൊണ്ട് 3 ലക്ഷം സൗദി പൗരന്മാർ ബഹ്റൈനിലേക്ക് പോയി. വിശദീകരിക്കണ്ടല്ലോ എന്തിനാണ് അവർ ബഹ്റൈനിൽ പോയത് എന്നുള്ളത് ലോകത്തിനറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നിലവിലുള്ളത്. ആ ഒരു ഫ്രെയിമിൽ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഇസ്ലാമിക ശരീഅത്തിനെ അവരിലേക്ക് ചേർത്തിട്ട് വിശകലനം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും ആരോപണം ഉന്നയിക്കാം, സംശയിക്കാം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റിലും പ്രത്യേകിച്ച് കേരളത്തിലൊരു കോണ്ടെക്സ്റ്റിലുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നടക്കുന്നു എന്ന് നമ്മൾ അധികം ആകുലപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കൊരു ഇപ്പോൾ ഈ വിശ്വപൗരൻ, ഗ്ലോബൽ സിറ്റിസൺ കാലാന്നല്ല എനിക്ക് തോന്നുന്നത്. ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ അതിന്റെ ഇടയിൽ കയറുന്നില്ല, കംപ്ലീറ്റ് ചെയ്തോളാം. അല്ല, ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടില്ലേ, അത് പൊതുവെ സമൂഹം ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. ഈ മനുഷ്യർക്ക് തന്നെ ഒരു പരിധിക്കപ്പുറമൊന്നും പ്രസക്തിയില്ല. ഒരിക്കലും അത് ഇവിടെ ചർച്ചയിൽ കേരളത്തിലെ ഇസ്ലാം വിമർശകരൊന്നും ഉന്നയിക്കാത്തൊരു കാര്യമാണ്, അത് മനസ്സിലാക്കാത്ത കാര്യമാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നക്ഷത്രങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മമായ തലങ്ങൾ, മാക്രോ ആൻഡ് മൈക്രോ എല്ലാ അസ്തിത്വങ്ങളും സൃഷ്ടാവിനെ വണങ്ങി വിശ്വസിക്കുന്ന, നിലകൊള്ളുന്ന അടിമകൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ മനുഷ്യരെ പ്രകൃതിയുമായി അണക്കുന്ന, പ്രപഞ്ചവുമായി അണക്കുന്ന ഒരു ഫിലോസഫിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങളും പ്രാർത്ഥിക്കുന്നു, നക്ഷത്രങ്ങളും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും സാഷ്ടാംഗം ചെയ്യുന്നു, മരങ്ങളും സാഷ്ടാംഗം ചെയ്യുന്നു. അപ്പോൾ മനുഷ്യർ എന്ന് പറയുന്നത് ബുദ്ധിയുള്ള സവിശേഷ ജീവികളാണ്. പ്രത്യേകം മനുഷ്യരുടെ ഒരു പ്രതിനിധിയാണ്, പ്രപഞ്ചത്തിൻ്റെ തന്നെ നേതാവ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. പ്രവാചകർ മനുഷ്യർക്ക് പ്രസക്തി ഇല്ല എന്നുള്ളതല്ല. അതേസമയം മനുഷ്യരെ മാത്രം പരിപാലിച്ച് മനുഷ്യരുടെ കർമ്മങ്ങളൊക്കെ വിലയിരുത്തി എന്നിട്ട് അതിന് രക്ഷയും ശിക്ഷയും കൊടുക്കുന്ന മനുഷ്യൻ്റെ ഒരു മാസ്റ്ററല്ല ഇസ്ലാമിലെ അള്ളാഹു. പ്രപഞ്ച സൃഷ്ടാവാണ്. നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്ന അടിസ്ഥാനപരമായ സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു വാക്ക് തന്നെ റബ്ബുൽ ആലമീൻ എന്നുള്ളതാണ്, പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവ്. അപ്പോൾ ഞാൻ നേരത്തെ ഇസ്ലാം മാത്രം എന്നുള്ളൊരു വാക്ക് വരാതെ സൂക്ഷിക്കുകയാണ്. മൊത്തം നമ്മൾ ഈ പ്രപഞ്ച വീക്ഷണങ്ങളെ വിലയിരുത്തി നോക്കിയാൽ ഇസ്ലാമിൻ്റെ ഒരു അഴക് എന്ന് പറയുന്നത് നമ്മളെയും പ്രപഞ്ചത്തെയും ഒരു മാലയിൽ കോർക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളും തെങ്ങും ഒരു വിഷയത്തിലെങ്കിലും ഒന്നാവണ്ടേ? ഏത് വിഷയത്തിലാണ് ഒന്നാവുന്നത് വെച്ചാൽ തെങ്ങിനും നമുക്കും ഒരു സൃഷ്ടാവാണ്, ഒരു നാഥനാണുള്ളത് എന്നൊരു കൺസെപ്റ്റ് ഖുർആൻ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ പ്രപഞ്ചത്തിലൊരു എൻറ്റിറ്റി തന്നെയാണ് നമ്മളും സൂര്യനും. 2 പദാർത്ഥങ്ങളാണ്, 2 മാറ്റേഴ്സാണ്. നമ്മളെയും അതിനെയും ബന്ധിപ്പിക്കുന്നത് അത് അതിൻ്റേതായ രീതിയിൽ ഭ്രമണം ചെയ്യുന്നു. ഇസ്ലാം മനസ്സിലാക്കുന്നു അത് മനുഷ്യൻ കാബയ്ക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്നത് പോലെയാണ് ഗാലക്സികളും മിൽക്കി വേസും അതിനപ്പുറമുള്ള ലോകങ്ങളൊക്കെ ഭ്രമണം ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അത് ചിരിക്കാം, പരിഹസിക്കാം, എന്തിനേയും ഇസ്ലാമികവൽക്കരിക്കുന്നു, മൗഢ്യമെന്ന് പറയാം. പക്ഷേ ഇങ്ങനൊരു ഫിലോസഫി, ഇങ്ങനൊരു തിയറി ഇസ്ലാം മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും ഒരു വിഭാഗം ഒരു തിയറി മുന്നോട്ട് വെക്കുകയും ആ തിയറിയെ ശരിപ്പെടുത്തുന്ന തരത്തിലുള്ള എവിഡൻസുകൾ കിട്ടുകയും ചെയ്യുമ്പോഴാണ് ഏത് തിയറിയും ഒരു ഫാക്റ്റായി മാറുന്നത്. തിയറി അടുത്ത ഘട്ടത്തിൽ ഫാക്റ്റാവും എവിഡൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പോലെ ഇതിനൊരു താളമുണ്ട്. താളം തെറ്റിച്ചുകൊണ്ട് പ്രപഞ്ചം മുന്നോട്ട് പോകുന്നില്ല. സ്വമേധയാ താളം ഒരാൾ രൂപപ്പെടുത്താതെ രൂപപ്പെടില്ല. നമ്മൾ ഫിസിക്സിൻ്റെ ലെവലിലൊക്കെ ഈ ചർച്ചയിലേക്ക് പോകണ്ടല്ലോ.
അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. അതായത് എനിക്ക് മനസ്സിലായി, ഉദ്ദേശിച്ചത് മനസ്സിലായി. ഓക്കെ, പക്ഷെ അത് ആ ഒരു കാഴ്ചപ്പാടും മറ്റു മതവിശ്വാസങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? മറ്റു മതവിശ്വാസത്തിന് ഞാൻ ഇസ്ലാം മാത്രമുള്ള വാർഡ് ഇവിടെ ഉപയോഗിക്കായിരുന്നു. അതേസമയം ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞു 4 ഗ്രന്ഥങ്ങളും സാധാരണ മദ്രസയിൽ വരെ പഠിക്കുന്ന ഒരു സെൻറ്റൻസാണ്. സൃഷ്ടാവ് പ്രവാചകന്മാർ മുഖേന 4 കിതാബുകളും 100 ഏടുകളും കൊടുത്തയച്ചു എന്നാണ് പറയുക. ശരിക്കും ഏടുകളുടെ അറബിയാണ് കിതാബ്. നമുക്ക് 104 ഏടുകൾ എന്ന് പറഞ്ഞാൽ മതി. അതേസമയം ഇന്ന് അറിയപ്പെട്ട 4 ഏടുകളെ നമ്മുടെ മുമ്പിലുള്ളൂ. ഖുർആന്, ക്രിസ്ത്യൻസിൻ്റെ ബൈബിൾ മാറ്റം വരുത്തുന്നതിന് മുമ്പ് അതായിരുന്ന എന്ന് പറയപ്പെടുന്ന ആണെങ്കിലും അല്ലെങ്കിലും ഇഞ്ചീൽ, അതേപോലെ തോറ, അതിനു മുമ്പ് പഴയ നിയമം സബൂർ. പക്ഷെ 100 പുസ്തകങ്ങൾ വേറെയും കിട്ടണം. 100 പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏടുകൾ നൽകപ്പെട്ട പ്രവാചകന്മാരെയൊക്കെ ചരിത്രത്തിലും പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് അറിയുന്നില്ല, അത് കാലഹരണപ്പെട്ടു, ഇന്നത് കിട്ടുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് പറയുന്ന ഗവേഷണങ്ങളിൽ പറയുന്നത് ഈ മറ്റു മതങ്ങൾ ഗ്രന്ഥങ്ങളായി ഉപയോഗിക്കുന്ന ഇതിഹാസങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ അത് മനുഷ്യർ അതിൽ കൈകടത്തൽ നടത്തിയിട്ടുണ്ട്. ബേസിക്കലി ഇസ്ലാമിൻ്റെ കൺസെപ്റ്റാണത്. ഇത് ദൈവികമായിരുന്നു. പിന്നെ അതിൻ്റെ വാക്താക്കൾ അവരുടെ താല്പര്യം അതിൽ കടത്തി കൂട്ടിയതാണ്. അപ്പോൾ ലോകത്തെ മനുഷ്യർക്ക് കിട്ടിയ എല്ലാ ആചാര്യ മതങ്ങളുടെയും എല്ലാ ഇതിഹാസങ്ങളും അത്തരമെല്ലാ ഋഗ്വേദങ്ങളും വേദങ്ങളും എല്ലാം ബേസിക്കലി അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. മാറ്റത്തിലുകൾക്ക് വിധേയമായിട്ടുണ്ടാവാം, അതിലൊരുപാട് മറ്റു ഫാക്ടറുകൾ ചേർന്നിട്ടുണ്ടാവാം. അപ്പോൾ മറ്റു മതങ്ങളും ഇത്തരം ആശയങ്ങൾ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ മുന്നോട്ട് വെക്കണമല്ലോ. മറ്റു മതങ്ങളും കൂടി മുന്നോട്ട് വെക്കുമ്പോഴല്ലേ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് ശരിയാവുന്നുള്ളൂ എന്നുള്ളതാണ്.